നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസിൽ പുതിയ വീഡിയോ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോണത് എന്താണ് മൾട്ടി ക്യാപ് ഫണ്ട്, എന്താണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്ലേലിസ്റ്റ് മുകളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ബേസായിട്ട് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എത്രയും കുറവാണെങ്കിൽ അത്രത്തോളം ഫണ്ടിൻ്റെ റിട്ടേൺ കൂടുതലാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല ഗ്രോത്ത് ഉള്ള പൊട്ടൻഷ്യലുള്ള റിസ്ക് ഫാക്ടർ നോക്കി നല്ല കമ്പനി സെലക്ട് ചെയ്യണം ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് മൾട്ടി ക്യാപ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടി ക്യാപ് ഫണ്ടിൽ ഫണ്ട് ഹൗസിൻ്റെ എൻ്റയർ ക്യാപിറ്റലിൻ്റെ 25% ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, 25% മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, 25% സ്മോൾ ക്യാപ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മസ്റ്റാണ് ഇത്. സെബി നോംസ് പ്രകാരം ഈ ഫണ്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന 25% ഓരോ സെക്ടർ വൈസ്, അഥവാ ഓരോ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മസ്റ്റ് ഇൻവെസ്റ്റ്. ബാക്കിയുള്ള 25% ഫണ്ട് മാനേജ്മെൻറ്റ് തീരുമാനപ്രകാരം എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേസമയം ഫ്ലെക്സി ക്യാപ്പിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലെക്സി ക്യാപ്പിൽ 65% ഈ മൂന്നിലും, അഥവാ മിഡ്, ലാർജ്, ഇക്വിറ്റി ബേസ് ചെയ്തിട്ട് 60% മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള 35% ഫണ്ട് മാനേജ് ഇഷ്ടപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാം. ആ 65% എപ്പോൾ വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ ഫണ്ട് മാനേജർ ബേസ് ചെയ്തിട്ട് മാറ്റി മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കൂടുതലായിട്ട് ആ ഫ്ലെക്സിബിലിറ്റി, എപ്പോഴും ബൈക്കും സെല്ലിങ് നടത്തിയുള്ള ഒരു കൂടുതലായിട്ട്, അഥവാ സാധാരണഗതിയിൽ മൾട്ടി ക്യാപ്പിനെക്കാട്ടി എക്സ്പെൻസ് റേഷ്യോ കൂടാനാണ് ഫ്ലെക്സി ക്യാപ്പിന് ചാൻസ് കൂടുതൽ. എന്താ പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ ഫ്ലെക്സി ക്യാപ്പ് കൂടുതൽ മൾട്ടി ക്യാപ്പിനെക്കാട്ടി കൂടുതൽ ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടാനാണ് ചാൻസ്. മൾട്ടി ക്യാപ് ഫണ്ടിന് ഉദാഹരണമായിട്ട് നമുക്ക് നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ 5 വർഷത്തെ CAGR വരുന്നത് 26.65% ആണ്. NAV വരുന്നത് 327 മിനിമം SIP ചെയ്യുകയാണെങ്കിൽ മിനിമം 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. റേറ്റിംഗ് 5 സ്റ്റാർ ആണ്. ഫണ്ട് സൈസ് 39,621.82 കോടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഹോൾഡിംഗ് ഉള്ളത് 115 സ്റ്റോക്കുകളിൽ ഹോൾഡിംഗ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ HDFC ബാങ്ക് 6.28%, ICICI ബാങ്ക് 4%, റിലയൻസ് ഇൻഡസ്ട്രി 3.10%, ലിൻഡ ഇന്ത്യ 3%, ആക്സിസ് ബാങ്ക് 3%, ഇൻഫോസ് 2.86%. അതുമാതിരി മൊത്തം 115 നോക്കുകയാണെങ്കിൽ 115ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ പ്രധാനമായും നോക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഹോൾഡിംഗ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 98.8% ഇക്വിറ്റിയിലാണ്, 1.2% ക്യാഷ് ഉണ്ട്. സെക്ടർ വൈസ് അലോക്കേഷൻ ഫിനാൻഷ്യൽ 27.9%, ഫിനാൻഷ്യലും അതേഴ്സ് 18.6%, സർവീസ് സെക്ടറിൽ 15%, ക്യാപിറ്റൽ ഗുഡ്സ് 11.4%, എനർജി 8.4%, ഹെൽത്ത് കെയർ 7.4%, കൺസ്ട്രക്ഷൻ 6.1%, ഓട്ടോമൊബൈൽ 5.1%. എന്നാണ് അതിൻ്റെ അലോക്കേഷൻ. ആൽഫ വരുന്നത് 10.16%, ബീറ്റ 0.90 ആണ്. ബീറ്റ 1 താഴെ ഇരിക്കുന്നത് നല്ല ഒരു സൈനാണ്. ഷാർപ്പ് റേഷ്യോ 1.47, സോർട്ടിനോ 2.33. മിനിമം റിട്ടേൺ റാങ്കിങ് ബേസ് ചെയ്യുമ്പോൾ ഫണ്ട് റിട്ടേൺ 5 വർഷത്തേക്ക് 26.6%, ഇതിൻ്റെ തുടക്കം തൊട്ട് ആൾ ടൈം ആയിട്ട് 18.1%, 1 ഇയർ 35.5%, 3 ഇയർ 28.9% ഇതിൻ്റെ റിട്ടേൺ വന്നിരിക്കണം. പിയർ കമ്പാരിസൺ പറയുമ്പോൾ കോട്ടക്
മൾട്ടി ക്യാപ് ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിംഗ് 4 3 ഇയർ റിട്ടേൺ 29.5 കോട്ടക് ഫണ്ടിൻ്റെ റിട്ടേൺ. അതിൻ്റെ ഫണ്ട് സൈസ് 15,420 കോടിയാണ്. ICICI പ്രൊഡൻഷ്യൽ മൾട്ടി ക്യാപ് ഫണ്ട് റേറ്റിംഗ് 4 23.6 3 വർഷത്തിലെ ഗ്രോത്ത് CAGR. ഫണ്ട് സൈസ് 14,690 കോടിയാണ്. ബറോഡ PNB പാരിബാസ് മൾട്ടി ക്യാപ് ഫണ്ട് 3 വർഷത്തേക്ക് 22.9% റിട്ടേൺ കിട്ടിയത്. ഇപ്പോൾ സംബന്ധിച്ചോളം 3 വർഷത്തേക്ക് 28.9% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇത് എക്സ്പെൻസ് റേഷ്യോ വരുന്ന എക്സിറ്റ് ലോഡ് മറ്റു കാര്യങ്ങളും. എക്സ്പെൻസ് റേഷ്യോ വരുന്ന 0.73% എക്സ്പെൻസ് റേഷ്യോ ഇൻക്ലൂഡ് ടാക്സ് GST. എക്സിറ്റ് ലോഡ് വരുന്ന ഫോർ യൂണിറ്റ് മോർ ദാൻ 10% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സിറ്റ് 1% എക്സിറ്റ് ലോഡ് ഒരു 12 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ റിഡീം ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡായിട്ട്, അഥവാ നമ്മൾ ഈ റേഷ്യോ എക്സ്പെൻസ് റേഷ്യോ കൂടാതെ 1% നമ്മൾ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടി വരും. സ്റ്റാമ്പ് ഡ്യൂട്ടി 0.0015. ഇതെല്ലാമാണ് ഈ ഫണ്ടിൻ്റെ. ഫണ്ട് ഇപ്പോൾ നിലവിലത്തെ മാനേജർ അശുതോഷ് ഭാർഗവ, മുമ്പിലത്തെ സലേഷ് രാജ് ഭട്ടാണ്. പ്രസൻറ്റ് മുമ്പത്തെ ഫണ്ട് മാനേജർ ഇപ്പോഴത്തെ സെപ്റ്റംബർ 2021 മുതൽ അശുതോഷ് ഭാർഗവയാണ്. പിന്നെ ഇതിൻ്റെ ഫണ്ട് ഹൗസ് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടാണ്. സ്റ്റാർട്ട് ചെയ്ത് ജൂൺ. നിങ്ങൾക്ക് എന്താണ് മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മൾട്ടി ക്യാപ്പിൽ നമ്മൾ 25 ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 25, മിഡ് ക്യാപ്പിൽ 25, സ്മോൾ ക്യാപ്പിൽ 25, ബാക്കിയുള്ള 25% എല്ലാ ഫണ്ടും മാനേജർ ബേസ് ചെയ്തിട്ട് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യും. ഫ്ലെക്സി ക്യാപ്പിൽ 65% എൻ്റയർലി ഈ മൊത്തത്തിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഏത് ലാർജ് ആയാലും സ്മോൾ ആയാലും മിഡ് ആയാലും ഏതിൽ വേണമെങ്കിൽ ഫണ്ട് മാനേജർ തീരുമാനപ്രകാരം മാറ്റി മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ബാക്കി 35% ഫണ്ട് മാനേജർ ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്ലെക്സി ക്യാപ്പിന് ഉദാഹരണമായിട്ട് ജയം ഫിനാൻസ്, ജയം ഫ്ലെക്സി ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. ഇത് നമ്മൾ നോക്കുന്നത് ജസ്റ്റ് എന്താണ് മൾട്ടി ക്യാപ്പ്, എന്താണ് ഫ്ലെക്സി ക്യാപ്പ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്. നിങ്ങളിത് നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വന്ന് ചെയ്യുക, അല്ലാതെ അത് റെക്കമെൻഡേഷൻ ഒരിക്കലും അല്ല. നമുക്ക് നോക്കാം. ഇത് 5 ഇയർ റിട്ടേൺ ജയം CAGR വരുന്നത് 26.96%. ജയം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ഫണ്ടാണ്. ഇതിൻ്റെ NAV വരെ 121.15. ഗ്രോത്ത് നോക്കിയാൽ മനസ്സിലാവും. 121.15 ഇതിൻ്റെ NAV വരുന്നത്. സിപ്പ് മിനിമം 100 രൂപ. റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഫണ്ട് സൈറ്റ് 4,531.48 കോടിയാണ്. ഇതിൻ്റെ ഹോൾഡിംഗ് 61 ഷെയറുകളുടെ ഹോൾഡിംഗ് വരുന്നുണ്ട്. ടോപ്പ് ഹോൾഡിംഗ് HDFC ബാങ്ക് 6.21, ICICI ബാങ്ക് 5.26, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 4.04, ഇൻഫോസിസ് 3.90, L&T 2.86, ഭാരതി എയർടെൽ 2.86, ഡോക്ടർ റെഡ്ഡി, ITC, SESC, വയക്കോൺ ഇങ്ങനെ 61 ഷെയറോളം. എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഓർക്കിഡ് ഫാർമ, അത് വായിക്കണമെങ്കിൽ ഒരു 61 ഷെയർ നോക്കണം. ഇത്രയും ഷെയറുകളിൽ അവർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഹോൾഡിംഗ് അനലൈസ് ചെയ്യുമ്പോൾ ഇക്വിറ്റി 99.01, ക്യാഷ് 1.0%. ഒരു സെക്ടർ വൈസ് ഫിനാൻഷ്യലി 19.3% സെക്ടർ വൈസ് അലോക്കേറ്റ് ചെയ്യുന്ന, അതർ 13.9, ഹെൽത്ത് കെയർ 13, സർവീസ് 9.9, കെമിക്കൽ 8.5, ക്യാപിറ്റൽ ഗുഡ്സ് 8, ടെക്നോളജി 7.6, എനർജി 7.4, കൺസ്ട്രക്ഷൻ 6.6, കൺസ്യൂമർ സ്റ്റാപ്പിൾസ് 5.7. പിന്നെ ടോപ്പ് അഡ്വാൻസ് റേഷ്യോ
പി റേഷ്യോ ഇതിൽ ആൽഫ വരുന്നത് 10.42. ആൽഫ കൂടി നിൽക്കുന്നത് നല്ലതാണ്. ബീറ്റ 0.92. ബീറ്റ ഒന്നിൽ താഴെയുള്ളത് നല്ല സൈനാണ്. ഷാർപ്പ് 1.49, സോർട്ടിനോ 3.38. ഇതിൻ്റെ ഫണ്ട് റിട്ടേൺ ഒരു വർഷത്തേക്ക് 44.4, 3 വർഷത്തേക്ക് 30.2, 5 വർഷത്തേക്ക് 27%. ആൾ ടൈം ആയിട്ട് ഈ ഫണ്ട് തുടങ്ങി തൊട്ട് 19.9% CAGR ആവറേജ് ഗ്രോത്ത് റിട്ടേണുകളാണ്. കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ JM ഫ്ലെക്സി ക്യാപ്പ് 3 വർഷത്തിൽ 30.2 റിട്ടേൺ തന്നിട്ട്, HDFC ഫ്ലെക്സി ക്യാപ്പും 26.8%, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് 21.8%, പാരാക് പരീക്ക് ഫ്ലെക്സി ക്യാപ്പ് 18.2%, പിന്നെ യൂണിയൻ ഫ്ലെക്സ് ക്യാപ്പ് ഫണ്ട് 17.1%, 3 വർഷം റിട്ടേൺ ഉണ്ട്. ഫണ്ട് സൈസ് JM ഫിനാൻസ് 4531 കോടി മാത്രമേ ഉള്ളൂ. HDFC കമ്പയർ ചെയ്യുമ്പോൾ HDFC 66,225 കോടി ഫണ്ട് സൈസ് ഉണ്ട്. ഇത്രയും ഫണ്ട് കൂടുന്തോറും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പൊതുവെ കുറവായിരിക്കും. അത്രത്തോളം പൈസ പല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചോളം. ഒരു മീഡിയം സൈസ് ഫണ്ടാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പാരക് പരീക്ക് ഫ്ലെക്സി ക്യാപ്പിനെ നോക്കിക്കോളൂ. 82,441 കോടി ഈ ഫണ്ട് സൈസ് ഉണ്ട്. റേറ്റിംഗ് 5 സ്റ്റാറാണ് പാരക് പരീക്ക്. എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.50 ആണ് എക്സ്പെൻസ് റേഷ്യോ. ഈ നമ്മുടെ JM ഫിനാൻസിൻ്റെ സംബന്ധിച്ചോളം JM ഫ്ലെക്സി ക്യാപ്പിൽ ഫണ്ടിൽ വരുന്നത് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ 0.52 ആണ്. എക്സിറ്റ് ലോഡ് ഒരു 30 ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡീം ചെയ്യുകയാണെങ്കിൽ 1%, 30 ദിവസത്തിന് മുകളിൽ നിങ്ങൾ റെഡീം ചെയ്യണമെങ്കിൽ ആ എക്സിറ്റ് ലോഡ് വരില്ല. ഈ റെഡീം വിത്തിൻ 13 days. മാക്സിമം മ്യൂച്വൽ ഫണ്ടൊക്കെ ഒരു 3 വർഷത്തിന് ഹോൾഡ് ചെയ്യാൻ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫണ്ട് മാനേജർ രുചി ഫോസ്ദർ ആണ് ഫണ്ട് മാനേജർ. JM ഫിനാൻസ് മ്യൂച്വൽ ഫണ്ട് ഫ്ലെക്സി ക്യാപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് മൾട്ടി ക്യാപ് ഫണ്ട്, എന്താണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.